ആലുവയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം നടന്നിട്ട് ഇന്ന് 1 വർഷം. 109 ദിവസം കൊണ്ട പ്രതി അസാഫ് ആലത്തിന് വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞു. എന്നാൽ 5 വയസ്സുകാരുടെ കുടുംബത്തിന് വീട് നൽകാനുള്ള ശ്രമങ്ങൾ എങ്ങുമെത്തിയില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്തി ആലുവ മാർക്കറ്റിനോട് ചേർന്നുള്ള സ്ഥലം ഇപ്പോഴും കാട് മൂടി കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 28-നാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരിയെ അസഫ് ആലം എന്ന അതിഥി തൊഴിലാളി തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച സമാനതകളില്ലാത്ത ക്രൂര കൊലപാതകത്തിൽ കേരള പോലീസ് ദിവസങ്ങൾക്കകം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. 35-ാം ദിവസം കുറ്റപത്രവും 109-ാം ദിവസം ശിശുദിനത്തിൽ അസഫ് ആലത്തിന് വധശിക്ഷയും വിധിച്ചു. എന്നാൽ മകളുടെ ഓർമ്മകളുമായി അതിഥി തൊഴിലാളി കുടുംബം ഇപ്പോഴും ആലുവയിലെ ഒരു വാടക വീട്ടിൽ കഴിയുകയാണ്. മകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് സ്വദേശമായ ബീഹാറിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല എന്ന് കുടുംബം പറയുന്നു. ഇവരുടെ മറ്റു കുട്ടികൾ പഠിക്കുന്നതും കേരളത്തിലെ സ്കൂളുകളിൽ തന്നെയാണ്. കുടുംബത്തിന് സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം 1 വർഷത്തിനിപ്പുറവും യാഥാർത്ഥ്യമായിട്ടില്ല. ആലുവ മാർക്കറ്റിനോട് ചേർന്നുള്ള കാട് പിടിച്ച ഒഴിഞ്ഞ സ്ഥലത്ത് അവിടെ വെച്ചാണ് പട്ടാപ്പകൽ അസഫ് ആലം കുഞ്ഞിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത്തരം ഡാർക്ക് സ്പോട്ടുകൾ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവും കാട് പിടിച്ച് കിടക്കുകയാണ്.